ഇത്രയും വലിയൊരു വർക്ക് ഓർഡർ എന്നിട്ട് നാഷണൽ ഫ്ലാഗിൻ്റെ ഭയങ്കര സന്തോഷത്തോടുകൂടി ഏറ്റെടുത്ത് നല്ല വൃത്തി ചെയ്യണമെന്ന് വെച്ചു. പക്ഷേ കാലാവസ്ഥ മൂലം 8-ാം തീയതി 8ൻ്റെ ട്രെയിന് 12-ാം തീയതി എത്തിയത് കൊണ്ട് ഒറ്റ രാത്രി കൊണ്ട് 1,10,00,000 രൂപ നഷ്ടം വന്ന്. 2022 സ്വാതന്ത്ര്യദിനത്തിൽ കേരളത്തിലെ 8 ജില്ലകളിൽ നിന്നായി 7 ലക്ഷം ദേശീയ പതാകകളുടെ ഓർഡറാണ് ഷംലയുടെ സംരംഭത്തിന് ലഭിച്ചിരുന്നത്. എന്നാൽ ഉത്തരേന്ത്യയിലെ മോശം കാലാവസ്ഥ കാരണം ട്രെയിൻ എത്താൻ വൈകിയതോടെ പതാകകൾ കൃത്യസമയത്ത് നൽകാനായില്ല. അന്നു മുതൽ 6.5 ലക്ഷം ദേശീയ പതാകകൾ ഇവരുടെ യൂണിറ്റിൽ കെട്ടിക്കിടക്കുകയാണ്. 1,10,00,000 രൂപയുടെ നഷ്ടം ഒരു കൊച്ചു സംരംഭകയ്ക്ക് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു. വീട്ടമ്മമാരാണ് എൻ്റെ 250 സ്റ്റാഫുകളും. അതിനുശേഷം എനിക്ക് അവർക്കും വർക്ക് കണ്ടിന്യൂസ് ചെയ്യാൻ കഴിയുന്നില്ല. ഇപ്പോൾ ഓൾറെഡി 10-15 സ്റ്റാഫിന് മാത്രമേ ഞാൻ അതിനുശേഷം വർക്ക് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ മാനസികമായിട്ട് ആ ഒരു വിഷമമുണ്ട്. സംരംഭകി എന്ന നിലയിൽ വ്യവസായ മന്ത്രിയുടെ അടക്കം പ്രശംസ ഏറ്റുവാങ്ങിയ ഷംലയ്ക്ക് ഇറ്റലിയിൽ നിന്നടക്കം ഓർഡറുകൾ വരുന്നുണ്ട്. എന്നാൽ സാമ്പത്തിക പ്രതിസന്ധി മൂലം ഏറ്റെടുക്കാനാകുന്നില്ല. ഫിനാൻഷ്യലി എല്ലാം ഇതിലാണ്, ഫ്ലാഗിൻ്റെ എമൗണ്ട് ഒക്കെ അതിൽ കിടക്കുകയാണ്. അപ്പം ഒരു വർക്ക് ഓർഡർ എനിക്ക് എടുക്കാൻ കഴിയുന്നില്ല. അപ്പോൾ ഈ റിപ്പബ്ലിക് ഡേക്ക് ഇതിനൊരു ഓർഡർ കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് ആദ്യത്തെ കാട്ടി ഉഷാറായി എൻ്റെ സംരംഭം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമായിരുന്നു. മാതൃഭൂമി ന്യൂസ്, വയനാട്.